ഗൈസ്, ആപ്പിളിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐഫോൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ യാതൊരു ഇവന്റും കൂടാതെ വെറും പ്രസ് റിലീസ് വഴി ഈ വരുന്ന ആഴ്ചകളിൽ ലോഞ്ച് ചെയ്യാൻ പോവാ. യെസ്, ഇതാണ് ഐഫോൺ SE4. ഏകദേശം ഇതേപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഈ ഐഫോൺ SE4 എന്ന് വിളിച്ചാൽ അത് SE സീരീസ് ആണല്ലോ, ബഡ്ജറ്റ് ആണല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും. അതിന് പകരം നമുക്ക് ഐഫോൺ 16e എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാർ ഈ 16 സീരീസിൽ ഒരു മോഡലാണെന്ന് വിചാരിക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ പുതുമ തോന്നിക്കുമല്ലോ എന്നൊരു റൂമർ ഈ പേരിന്റെ കാര്യത്തിലുണ്ട്. ഐഫോൺ SE4 എന്ന പേരാണോ ഐഫോൺ 16e എന്ന പേരാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് കമന്റിലൂടെ അറിയിക്കുക. അല്ല, നമ്മുടെ കമന്റ് കണ്ടിട്ട് അവർ മാറ്റാനൊന്നും പോകുന്നില്ല. എന്നാലും ഐഫോണിൽ വെച്ച് തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഐഫോൺ ആയിരിക്കും ഇത്. അഫോർഡബിൾ എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം ഒരു ഗസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. ഞാൻ വഴിയെ പറയുമ്പോൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. SE സീരീസിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഡിസൈൻ എലിമെന്റ് ഉണ്ട്, ടച്ച് ID. ആൻഡ് ഫൈനലി സുഹൃത്തുക്കളെ, ടച്ച് ID മൊത്തത്തിൽ പോയി, ഇനി ഫേസ് ID മാത്രമേ ഉള്ളൂ. അതായത് ഐഫോൺ SE4 കണ്ടു കഴിഞ്ഞാൽ ഐഫോൺ 10R പോലെ ഇരിക്കുമെന്ന്. പക്ഷെ 10R ഫ്രണ്ടിൽ LCD ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷെ ഐഫോൺ SE4 അതൊരു OLED ഡിസ്പ്ലേ ആയിരിക്കും. 6.1 ഇഞ്ച് ആയിരിക്കും, ഏകദേശം ഒരു ഐഫോൺ 12 ഒക്കെ പോലെ. പക്ഷെ ഡ്രോപ്പ് നോച്ച് ആയിരിക്കും, പില്ല് വരില്ല. അത് അടുത്ത ഐഫോൺ 17 എയർ ഇറങ്ങുന്നുണ്ടല്ലോ, അതിനുവേണ്ടി മാറ്റി വെച്ചേക്കുക. പക്ഷെ ഫൈനലി ആപ്പിൾ ഒരു 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഒരു ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, സമ്മതിക്കില്ല. 60 ഹെർട്സ് തന്നെയാണ് ഇപ്പോഴും. ആൻഡ് ബാക്ക് സൈഡും 10R പോലെ തന്നെയാണ്, ഒറ്റ ക്യാമറ, ഒറ്റ ഫ്ലാഷ്. പക്ഷെ പ്രൈമറി ക്യാമറ 12 ഫൈനലി 48 മെഗാ പിക്സലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിച്ച് മീൻസ് കുറച്ചുകൂടി ക്രിസ്പ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, SE സീരീസിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി ഇതിൽ മാറിക്കിട്ടും. അതിനുപരി 48 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2x ഓപ്റ്റിക്കൽ ക്വാളിറ്റിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അലുമിനിയം മാറ്റ് ഫിനിഷ് ഫ്രെയിം ഉള്ള ഈ ഫോൺ ആയിരിക്കും ഐഫോണുകളിൽ വെച്ച് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ആപ്പിൾ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണായിട്ട് വരുന്നത്. ആൻഡ് യെസ്, ആപ്പിൾ ഇന്റലിജൻസ് റൺ ചെയ്യണമെങ്കിൽ 8GB റാം എങ്കിലും മിനിമം വേണം. സോ 8GB റാം ഇവർ കൊടുത്തിട്ടുണ്ട്. 8GB റാം കൊടുത്തിട്ട് 64GB സ്റ്റോറേജ് കൊടുക്കുന്ന ഒരു ചിത്രം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ, SE സീരീസ് പൊതുവെ 64GB തുടങ്ങുന്നത്. ബട്ട് ഇത്തവണ 128GB തുടങ്ങാം എന്നൊരു പ്ലാൻ ഉണ്ട്. സോ ഗുഡ് തിങ്. ഏകദേശം 12GB iOS 18 എടുക്കും. ഇനി ഏകദേശം 3GB ആപ്പിൾ ഇന്റലിജൻസ് എടുക്കും. 1.5GB സിസ്റ്റം ഡേറ്റ എന്ന് പറഞ്ഞെടുക്കും. അതായത് 128GB ഏകദേശം 20-25GB ആപ്പിൾ എടുക്കും. ബാക്കിയുള്ള 100GB നിങ്ങൾക്ക് കിട്ടും. ഇതിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് അവർ ചെയ്തിരിക്കുന്ന വേറൊരു പരിപാടിയാണ്. ഇപ്പോൾ ഐഫോൺ മോഡലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള 5G കിട്ടുന്നില്ലേ, ആ 5Gയുടെ മോഡം ശരിക്കും ക്വാൽകോമിന്റെ ആണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ഇനി 5G മോഡവും കൂടി അവരോട് ചോദിച്ച് വെറുതെ കാശ് കളയണോ എന്ന് പറഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് ആപ്പിൾ സ്വന്തമായിട്ടൊരു 5G മോഡം ഉണ്ടാക്കുന്നുണ്ടായി. അത് ആദ്യമായിട്ട് ഇതിലായിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് 16 സെയിം A18 പ്രോസർ വെച്ചിട്ട്. SE ഫാൻസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് പരിതാപകരമായ ബാറ്ററി ലൈഫ്. പക്ഷെ ഇത്തവണ അത് ഇംപ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ 3279 mAh ബാറ്ററി, അതായത് ഐഫോൺ 16 കുറവ് ബാറ്ററി. സോ ആസ് യൂഷ്വൽ ബാറ്ററി ബാക്കപ്പിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇറങ്ങട്ടെ. പക്ഷെ ഈ കാരണം ഒരു ഉപകാരം ഉണ്ടായി. ഇത്രയും നാളും SE സീരീസ് കൊണ്ടുവന്നിരുന്ന ലൈറ്റ്നിങ് പോർട്ട്, സത്യം പറഞ്ഞാൽ ആപ്പിളിന് അത് വെക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സമ്മതിക്കില്ല. സോ USB Type-C പോർട്ട് കിട്ടും. ആൻഡ് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടും. ഫോണിന്റെ സൈഡിൽ ആക്ഷൻ ബട്ടൺ ഉണ്ടാകുമോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ആക്ഷൻ ബട്ടൺ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല, മ്യൂട്ട് സ്വിച്ച് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ഐഫോൺ 16 ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ, അതിന് ഏകദേശം 70,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ആൻഡ് ഓഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ബിഗ് ബില്യൺ ഡേ ഒക്കെ എത്തും, 50-55,000 രൂപയ്ക്ക് ഇത് വാങ്ങിക്കാനും പറ്റും. ആ ഒരു സ്ഥിതിക്ക് ഐഫോൺ 16 വെച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു ആക്ഷൻ ബട്ടണും ക്യാമറ കൺട്രോളിന്റെ ബട്ടണും ഒരു അൾട്രാ വൈഡ് ക്യാമറയും അതിലുള്ള ബാറ്ററി കപ്പാസിറ്റിയും ഒന്ന് മാറ്റിയാൽ ഐഫോൺ SE4 അല്ലെങ്കിൽ 16E ഐഫോൺ 16 തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ആൻഡ് ഈ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് US-ൽ $479 ഇത് ഇറക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അതായത് ഇന്ത്യൻ റുപ്പീസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപ. ഇവിടെ 50,000 രൂപയാണ് ഇവിടെ ബഡ്ജറ്റ് ഐഫോൺ എന്ന് ചോദിച്ചാൽ, എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബില്യൺ ഡേ സെയിലിന്റെ സമയത്ത് 50,000 രൂപയ്ക്ക് ഐഫോൺ 16 വരുമ്പോൾ ഇത് ഒരു 35-40 രൂപയ്ക്ക് വരുമല്ലോ. അന്നേരം പെട്ടെന്ന് ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകും. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് 2025-ൽ ഈ SE4 ലോഞ്ച് ചെയ്യുമ്പോൾ അത് ആസ് എ കൺസ്യൂമർ വാങ്ങുന്നത് പ്രാക്ടിക്കലി എത്രത്തോളം ബുദ്ധിപരമായ ഒരു ചിന്താഗതിയാണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു പ്രൈസിൽ ഇപ്പൊ ആപ്പിൾ ഇന്റലിജൻസ് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് മുന്നത്തെ ജനറേഷനിൽ കിടിലൻ ഫോണുകൾ ആ സെയിം പ്രൈസിൽ മേടിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് കമന്റിലൂടെ അറിയിക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സംഭവം കൊള്ളാമല്ലേ, ഞാനിങ്ങനെ മാറ്റി ഒട്ടിക്കുമ്പോൾ വേറെ ഫോണുകൾ പോലെ തോന്നുന്നത്.